ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നു ിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा. फ्रेंड्स, भारत और वियतनाम का बायलैटरल ट्रेड पिछले एक दशक में डबल होकर $16 बिलियन तक पहुंच चुका है. 2030 तक इसे $25 बिलियन तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത MLA-മാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും UDF-ന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയ്ക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണ്. DMK സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ DMK നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. TVKയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് DMK സഖ്യകക്ഷിയായ VCKയും അറിയിച്ചിട്ടുണ്ട്. AIADMKയിലെ ഒരു വിഭാഗം MLA-മാരും TVKയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)B പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർ ഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങൾ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. വേനൽ കടുത്തതും നാരങ്ങായ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്. തൃശൂർ ചെറുത്തുരുത്തിയിൽ കുഴഞ്ഞു വീണു മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959-ലും നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 1,11,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.